ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാം, നാളെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ISL നോക്കൗട്ട് മത്സരമാണ്. അപ്പോൾ എതിരാളികൾ ഒഡീഷ FC ആണ്. അപ്പോൾ ഒഡീഷ FCയുടെ തട്ടകമായ കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചാണ് അപ്പോൾ നാളത്തെ മത്സരമൊക്കെ നടക്കാൻ പോകുന്നത്. അവരുടെ ഹോം ഗ്രൗണ്ടാണ്. അപ്പോൾ നാളത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടാൽ പെട്ടിയും കിടക്കെടുത്ത് പോകേണ്ടി വരും. എന്നാൽ നാളത്തെ മത്സരത്തിൽ വിജയിച്ചാൽ സെമി ഫൈനലിലേക്ക് കടക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ പേപ്പർ അങ്ങനെ ഇപ്പോൾ നിലവിലൊരു ഫോമും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC മത്സരത്തിലൊരു ഫേവറേറ്റ്സ് ആരാന്ന് നോക്കുകയാണെങ്കിൽ അത് ഒഡീഷ FC എന്ന് തന്നെ പറയേണ്ടി വരും. അതിലുള്ള കാരണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ബ്ലാസ്റ്റേഴ്സിന് കുറേ ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പിന്നെ നോച്ച സിംഗിൻ്റെ സസ്പെൻഷൻ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ നിലവിലെ ഫോമും അത്രയും ഡിപ്പായി നിൽക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. നിലവിൽ ഇപ്പോൾ ലാസ്റ്റ് ഹൈദരാബാദ് FCക്കെതിരെ വിജയിച്ചെങ്കിലും ഈ സെക്കൻഡ് ബേസിലേക്ക് കടന്നിട്ട് 2 വിജയം മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ കുറേ കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഫേവറേറ്റ്സ് അവർ തന്നെയാണ് ഒഡീഷ FC. അതുപോലെ അവരുടെ തട്ടകത്തിലാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു പ്രധാന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതുവരെയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് കലിംഗ സ്റ്റേഡിയത്തിൽ പോയിട്ട് ഒഡീഷ FCയെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇതുവരെയായിട്ടും കലിംഗ സ്റ്റേഡിയത്തിൽ പോയിട്ട് ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരം പോലും വിജയിച്ചിട്ടില്ല. സൂപ്പർ കപ്പിലും നമ്മൾ അവരുടെ ആ സ്റ്റേഡിയത്തിൽ വെച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു 2 കളി. ആ 2 കളിയിലും നമുക്ക് വിജയിക്കാൻ ആ സ്റ്റേഡിയത്തിൽ സാധിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഒഡീഷ FC ഈ സീസണിൽ അവരുടെ ഹോം തട്ടകത്തിൽ ഇതുവരെയായിട്ടും പരാജയപ്പെട്ടിട്ടുമില്ല. അത്രയും മികച്ച ഹോം റെക്കോർഡാണ് അവർക്കുള്ളത്. അപ്പോൾ അവരുടെ തട്ടകത്തിൽ പോയി ഇത്രയും പ്രശ്നത്തിൽ ബ്ലാസ്റ്റേഴ്സിന് എങ്ങനെ നേരിട്ട് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ ഇത് ലീഗ് മത്സരമല്ല, നോക്കൗട്ട് മത്സരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഡിഫറെൻറ്റ് തന്നെ ആയിരിക്കും. ഇതുവരെയുള്ള പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളതൊന്നും ആയിരിക്കില്ല ലീഗിലെ പെർഫോമൻസ് എന്നാവില്ല. നോക്കൗട്ട് ഗെയിമിലേക്ക് വരുമ്പോൾ ആ 90 മിനിറ്റിൽ എന്താണ് റിസൾട്ട് എന്നുള്ളത് മാത്രമാണ് ഇവിടെ കാര്യമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബ്ലാസ്റ്റേഴ്സിന് വിചാരിച്ചാൽ എങ്ങനെയാലും മറച്ചിടാൻ പറ്റുന്ന ഒരു ടീമൊക്കെ തന്നെ ഉള്ളൂ ഒഡീഷ FC. അപ്പോൾ സെർജിയോ ലൊബേറയെ എങ്ങനെ ഇവാൻ ആശാൻ പൂട്ടും എന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയണം. മറികടക്കാൻ സാധിക്കുമോ, ആ ഒരു കലിംഗയിൽ വിജയിക്കാൻ സാധിച്ചില്ല എന്നുള്ള ആ ഒരു ചീത്തപ്പേര് നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കുമ്പോൾ അതൊക്കെ കണ്ട് തന്നെ അറിയണം. അതുപോലെ കഴിഞ്ഞ വർഷം നമ്മൾ നോക്കൗട്ടിലാണ് പുറത്തു പോയത്. അപ്പോൾ ഇത്തവണ നോക്കൗട്ടിൽ വിജയിച്ച സെമി ഫൈനലിലേക്ക് കടക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡിമിത്രിയോസ് ഡാമറ്റഗോസും അതുപോലെ അഡ്രിയാൻ ലൂനൊക്കെ നമ്മുടെ നാളത്തെ മത്സരം കളിക്കാൻ വേണ്ടി ഒഡീഷയിലേക്ക് ഇന്നലെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൂൺ എങ്ങനെയായാലും കളിക്കും, അത് ഉറപ്പാണ്. ലൂൺ അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ആ യെല്ലോ കാർഡിൻ്റെ ഭീതി ഉണ്ടായതുകൊണ്ടാണ് ആശാൻ ഇറക്കാതിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിമിയുടെ കാര്യമായിരുന്നു നമുക്ക് പിന്നൊരു അടുത്തൊരു കൺഫ്യൂഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇഞ്ചുറിയിൽ നിന്ന് താരം തിരിച്ചു വരുമോ, കളിക്കുമോ എന്നുള്ളതൊക്കെ. ഇപ്പോൾ എങ്ങനെയായാലും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പോസിറ്റീവ് തന്നെയാണത്. ഒരുപക്ഷെ കളിക്കാനുള്ള സാധ്യത ഉണ്ട്. ഡിമി കളിക്കുമെന്ന രീതിയിലൊക്കെയാണ് ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നാളത്തെ മത്സരത്തിൽ ഇറങ്ങാൻ ചാൻസ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ള ഒരു ലൈനപ്പാണ് ഏറ്റവും നിലവിലെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള 11. എങ്ങനെയായാലും ഒരു ബെസ്റ്റ് സ്ക്വാഡാണ് നിലവിൽ ഒഡീഷ FC. അവർക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ പോലെ അങ്ങനെ ഇഞ്ചുറി പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഡിമിയും ലൂണൊക്കെ തിരിച്ചു വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇറക്കാൻ സാധിക്കും. ഒരു സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള 11 ഞാൻ വീട്ടിലൂടെ പറയാൻ പോകുന്നത്. എങ്ങനെയായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഒരു 11 കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അതിൽ ഗോൾ കീപ്പറായിട്ട് കരഞ്ജിത്ത് ഓർ ലാറ എന്നാണ് അവിടെ ഉള്ളൊരു ചോയ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് 2 കളിയിലും ലാറയാണ് കീപ്പറായിട്ട് നിന്നായിരുന്നത്. ബെസ്റ്റ് കീപ്പർ എന്ന് തന്നെ പറയാം. ലാസ്റ്റ് 2 മത്സരത്തിലും നിങ്ങൾ കണ്ടാണ് നല്ല നല്ല സേവ്. കരഞ്ജിത്ത് പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ തുടർന്നാണ് ലാറയെ നിർത്തി തുടങ്ങിയത്. എങ്ങനെ ലാറ തന്നെ ആയിരിക്കും നമ്മുടെ ഗോൾ കീപ്പറായിട്ട് ഉണ്ടാവുക. പിന്നെ ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ 2 സെൻറ്റർ ബാക്കുകളായിട്ട് 2 ഫോറിങ് ഡിഫൻഡേഴ്സ് ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ ലെസ്കോ ആൻഡ് മിലോസ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഡിഫൻസിന് വളരെയധികം പ്രോബ്ലംസ് ഉണ്ട്. ആദ്യ ഹാഫിൽ നമ്മുടെ ISLൻ്റെ ആദ്യ ജനുവരി വരെ കണ്ട ഒരു ഡിഫൻസ് എല്ലാം നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത്. അത്രയും പൊട്ടി നിൽക്കുകയാണ് നമ്മുടെ ഡിഫൻസിൻ്റെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിലോസ് ആൻഡ് ലെസ്കോ തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെ. അതുപോലെ പിന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് വരികയാണെങ്കിൽ നോച്ച സിംഗ് സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് ബാക്കിൽ കളിക്കുന്ന നമ്മുടെ സന്ദീപ് ലെഫ്റ്റ് ബാക്കായിട്ടും കളിക്കാറുണ്ട്. അപ്പോൾ ലെഫ്റ്റ് ബാക്കിൽ സന്ദീപ് കളിക്കാനാണ് സാധ്യത. റൈറ്റ് ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഹോർമിപ്പാങ് കളിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അവിടെ പിന്നെ പ്രീതം കളിക്കും. അതുപോലെ പ്രബീർ ഉണ്ട്. പ്രബീർ ഇതുവരെയും കഴിഞ്ഞ മത്സരത്തിൽ സബിലുണ്ടായിട്ടില്ല. താരത്തിന് എന്തോ കാര്യമായിട്ട് ചെറിയ പ്രശ്നമുണ്ട് തോന്നുന്നു. പിന്നെ പ്രീതത്തിനായിട്ട് തോന്നുന്നു ബെറ്റർ ഓർമ്മയാണ്. ഓർമ്മ കഴിഞ്ഞ മത്സരം റൈറ്റ് ബാക്ക് കളിച്ചിട്ട് നല്ല പെർഫോമൻസ് ആണ്. ഇറങ്ങി കയറി കളിക്കുന്നുണ്ട്. ഡിഫൻസിലും അതുപോലെ അറ്റാക്കിലും നല്ല രീതിയിൽ. അവിടെ സൗരവിനൊക്കെ കഴിഞ്ഞ മത്സരത്തിൽ നല്ല വൺ ടച്ച് പാസുകളൊക്കെ ഇട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല ക്രോസുകളും പ്രൊവൈഡ് ചെയ്യാൻ താരത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മത്സരം. അപ്പോൾ താരത്തെ ഇറക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഡിഫൻസിലും നല്ല സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒരു സെൻറ്റർ ബാക്ക് കൂടി ആയിട്ട് സെൻറ്റർ ബാക്കാണ് ഹോർമി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫൻസീവ്
നമുക്ക് ഒഡീഷയ്ക്കെതിരെ നല്ലൊരു ഡിഫൻസീവ് സെറ്റാക്കി വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഹോർമി ഇറങ്ങണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇനി മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ വിപിൻ ആൻഡ് ജിക്സൺ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അസർ വിപിൻ വരണമെന്ന് എൻ്റെ ഒക്കെ ഒരു ആഗ്രഹമുണ്ട്. അവർ മലയാളി പ്ലേയേഴ്സായിട്ട് അത്യാവശ്യം അസറൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. എന്നാലും ജിക്സൺ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ. ആ എക്സ്പീരിയൻസും അതുപോലെ അത്യാവശ്യം ഫിസിക്കൽ മിഡ്ഫീൽഡേഴ്സിലെ പ്ലേയേഴ്സിനായിട്ട് അത്യാവശ്യം ഫിസിക്കലൊരു പ്ലെയറാണ് ജിക്സണ്. അപ്പോൾ ജിക്സൺ വിപിൻ തന്നെയാണ് സാധാ. പിന്നെ ഫ്രെഡിയും കഴിഞ്ഞ മത്സരമൊക്കെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രെഡി വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. പിന്നെ നമ്മുടെ വിങ്ങേഴ്സിലേക്ക് വരികയാണെങ്കിൽ റൈറ്റ് വിങ്ങിൽ സൗരവ് മണ്ഡലും ലെഫ്റ്റിൽ മുഹമ്മദ് ഐമൻ കളിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ബാക്കിൽ നമ്മൾ 2 ഫോറിൻ ഡിഫൻഡേഴ്സിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുന്നേറ്റത്തിൽ അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇത് പറയാ ഇഞ്ചുറിയുള്ള പ്ലേയേഴ്സ് ഇറങ്ങുകയാണെങ്കിൽ അഡ്രിയാൻ ലൂന ആൻഡ് ഡിമി ഫ്രണ്ട് ലൈനിലും റൈറ്റിൽ സൗരവും ലെഫ്റ്റിൽ ഐമനും വെച്ച് കളിക്കുകയാണെങ്കിൽ നല്ലൊരു ലൈനപ്പ് ആയിരിക്കും. 2 ഇന്ത്യൻ താരങ്ങളും നമ്മുടെ 2 ഇന്ത്യൻ വിങ്ങേഴ്സും നല്ല രീതിയിൽ കഴിഞ്ഞ മത്സരത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാണ്. 2 പ്ലേയേഴ്സും നല്ല രീതിയിൽ ബോൾ സൗരവാണെങ്കിൽ നല്ല രീതിയിൽ ബോൾ ബോക്സിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു താരമാണ്. നമ്മളിപ്പോൾ ഇറക്കി എല്ലാ കളിയും താഴത്ത് നോക്കിയാൽ നല്ല രീതിയിൽ കട്ട് ബാക്ക് പാസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാൻ സാധിക്കുന്ന പ്ലെയറാണ്. പിന്നെ ഐമനാണെങ്കിൽ കട്ട് ചെയ്ത് നല്ല ട്രിബിളിങ് ക്വാളിറ്റി ഉണ്ട്. നല്ല രീതിയിൽ വൺ ടച്ച് കളിച്ച് ലൂണൊക്കെ വന്നാൽ നല്ല രീതിയിൽ കളിപ്പിക്കാനും കഴിയുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഇത് വെച്ച് നോക്കി ഇതായിരിക്കും ഒരു ബെസ്റ്റ് 11. ഇവരൊക്കെ ഇഞ്ചുറി മാറി വരികയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഫെഡോറും ദൈസുക്കിയൊക്കെ ആയിരിക്കും ഫസ്റ്റ് 11 കളിക്കുക. സെക്കൻഡ് ഹാഫിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ടീമിൽ ആൻഡ് ലൂണൊക്കെ തിരിച്ച് വരാനുള്ള സാധ്യതകളും കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മാത്രമായിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തി. എങ്ങനെയായാലും ഒഡീഷ എഫ്സിക്കെതിരെയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിൽ നല്ലൊരു റിസൾട്ട് തന്നെ വിജയിച്ച് സെമി ഫൈനലിലേക്ക് കടക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.